പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ ഇല്ലാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു ഗുഡ് ക്യാഷ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു ഗുഡ് ക്യാഷ് ഫ്ലോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? രണ്ട് സ്ട്രാറ്റജീസ് ആണ് ഗുഡ് ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടത്. ഫസ്റ്റ് വൺ, ബഡ്ജറ്റിംഗ്. എല്ലാ ദിവസവും പൈസ സ്പെൻഡ് ചെയ്യുന്നത് എത്ര രൂപയൊക്കെയാണെന്ന് നല്ലൊരു ആപ്പിൽ ജോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്കൊരു അവെയർ കിട്ടും എവിടേക്കാണ് നമ്മുടെ പൈസ പോകുന്നത്. അപ്പോൾ ഗുഡ് ക്യാഷ് ഫ്ലോ വരികയും, പക്ഷേ ഡെയിലി ഇത് ചെയ്യുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. ഒന്നാമത്തെ കാര്യം ബോറിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ പൈസ എത്ര ചിലവാക്കി എന്നുള്ള കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ആ പൈസ എൻജോയ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. നിങ്ങൾക്ക് ഡെയിലി അങ്ങനെ എഴുതി വെക്കുന്നതാണ് താല്പര്യമെങ്കിൽ, ശീലമെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. ബട്ട് ഫോർ മീ ഇറ്റ്സ് വെരി ബോറിംഗ്. നെക്സ്റ്റ് സ്ട്രാറ്റജി, സെപ്പറേറ്റ് മണി ആസ് പെർ ഫങ്ഷൻ. അതായത് 3 അക്കൗണ്ട് എടുക്കുക. ഇന്ന് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഇൻകം അക്കൗണ്ട്, 1 വാണ്ട് അക്കൗണ്ട്, 3 ഇൻവെസ്റ്റിംഗ് അക്കൗണ്ട്. പൈസ കിട്ടുമ്പം അന്ന് തന്നെ 50% ഇൻകം അക്കൗണ്ടിൽ ഇടുക, 30% വാണ്ട് അക്കൗണ്ടിൽ, 20% ഇൻവെസ്റ്റ് അക്കൗണ്ടിൽ. ഇപ്പൊ ഇൻകം അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മുടെ ഡെയിലി സ്പെൻഡിങ്, ഗ്രോസറീസ് വാങ്ങിക്കുന്നു, ഫിഷ് വാങ്ങിക്കുന്നു, എഡ്യൂക്കേഷന്, ട്യൂഷൻ ഫീസ്, ഇതെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ഇൻകം അക്കൗണ്ടിൽ നിന്നുള്ള അക്കൗണ്ടായിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ട് വാണ്ട് അക്കൗണ്ടിലായിരിക്കും ഡെയിലി ആവശ്യമല്ലാതെ വരുന്ന ആവശ്യങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, മൊബൈൽ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ യാത്ര പോകേണ്ടി വരും, പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. ഇതെല്ലാം വരേണ്ടത് വാണ്ട് അക്കൗണ്ടിലാണ്. മൂന്നാമത്തെ അക്കൗണ്ട് ഇൻവെസ്റ്റിംഗ് അക്കൗണ്ട്. ആ ഇൻവെസ്റ്റിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലിടാം, ഗോൾഡ് ബോണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ടിലിടാം, ഷെയർസ് ഡയറക്റ്റായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലിടാം. അതെല്ലാം 20% വരും. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ആ മൈൻഡ് സെറ്റ് ആവും. ഇത്രയും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്രയും അങ്ങോട്ട് പോകണം, മൈൻഡ് സെറ്റ് ആവും. മറിച്ച് എല്ലാ പൈസയും ഒരു അക്കൗണ്ടിൽ കിടന്നാൽ ആ മൈൻഡ് സെറ്റ് ആവത്തില്ല. എങ്ങനെയും നമുക്ക് ആ സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ വരും. ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റാർട്ടിങ് 20,000 സാലറിയെങ്കിൽ 50% ഇൻകം അക്കൗണ്ടിൽ ഇടുക, അതായത് 10,000 rupees, 30% വാണ്ട് അക്കൗണ്ടിൽ, 20% അല്ലെങ്കിൽ 4,000 rupees ഇൻവെസ്റ്റ് ചെയ്യുക. ഇതേ കണക്ക് കൃത്യമായിട്ട് പോകണമെന്നില്ല, പക്ഷേ ഇതിന്റെ ഒരു ആവറേജ് ആയിട്ട് ഈ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ആ മണി മാനേജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും കൂടുതൽ മണി ലൈഫിൽ വരാൻ പറ്റുകയും ചെയ്യും. അതുപോലെ കൂടുതൽ വരുമാനം വരുമ്പം ആ 50-30-20 എന്നത് ഫ്ലിപ്പ് ചെയ്യുക. 2,000 rupees ഒരു പുതിയതായിട്ട് കയറുന്ന ആൾക്ക് വന്നെന്ന് വിചാരിച്ചു, 20% ഇൻകം അക്കൗണ്ടിലോട്ട് പോവുക, അതായത് 400 രൂപ, 30% വാണ്ട് അക്കൗണ്ടിലോട്ട് പോവുക, അതായത് 600 രൂപ, 50% ഇൻവെസ്റ്റിംഗ് അക്കൗണ്ട് പോവുക, അതായത് 1000 രൂപ. ഈ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു ക്യാഷ് ഫ്ലോ ലൈഫിൽ വരികയും കൂടുതൽ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ താങ്ക്സ് എ ലോട്ട്.